നമുക്ക് എക്സ്ക്രോസിൽ നിന്ന് തന്നെ തുടങ്ങാം. മാരുതി സുസുക്കിയുടെ എക്സ്ക്രോസ്. ഏതാ മോഡൽ? സ്കോഡ കോഡിയാക്ക് 2018 മോഡല്. 4x4 ആണോ? 4x4 ടോപ്പ് എൻഡ് ആണല്ലേ? ഹൈലൈനാണ് വേരിയന്റ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഇവിടെ ഒരു സ്പെഷ്യൽ എഡിഷൻ കോമ്പസ് കിടപ്പുണ്ടല്ലോ. സോറി, ആ രണ്ട് വണ്ടിയിൽ ഒന്ന് ഇതാണ് കേട്ടോ. നമ്മുടെ GLEയും ഇതുമാണ് പെട്രോൾ വണ്ടി ആയിട്ടുള്ളത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. അപ്പോൾ ഇതിന്റെ വില ഏതാ മോഡല്? 2020. അടുത്തത് വീണ്ടും ഒരു 4x4 വണ്ടിയാണ്. നമ്മുടെ താറാണ്. വണ്ടി ഇന്റീരിയർ ഒക്കെ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. പക്ഷെ പുറത്ത് എക്സ്ട്രാ കിറ്റ്, അതായത് മറ്റേ സ്കേർട്ട്, മറ്റേ ഗ്രില്ല് സംഭവം ഇവിടെ ഫ്രണ്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നീറ്റ് വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയുള്ള വണ്ടി ഇതാണ്. യെസ്, ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടിയാണ് പോയി കിടക്കുന്നത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ്. അമാനി മോട്ടോഴ്സ് എന്ന് പറയുന്ന പ്രീ ഓൺഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ പ്രീമിയം വണ്ടി, മിഡ് പ്രീമിയം വണ്ടി, അങ്ങനെയുള്ള സെറ്റപ്പ് വണ്ടികളുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ അങ്ങനെ വണ്ടി നോക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പോകുന്നത് നിഹാൽ അല്ലേ? അമാനി മോട്ടോഴ്സിലെ സ്റ്റാഫാണ്. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോ അങ്ങോട്ട് തുടങ്ങാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ പറയാം. ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലയിൽ പൈപ്പ് ലൈൻ റോഡിലാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി BMന്റെ X1. ഏതാ മോഡല്? 2019 മോഡൽ. 19 മോഡലാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? 49,000 കിലോമീറ്റർ. 49,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇതിന്റെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. നമ്മുടെ ഇവിടെയുള്ള വണ്ടികളൊക്കെ ഒറിജിനൽ കേരള വണ്ടികളല്ലേ? ഇതൊക്കെ പക്ക ഒറിജിനൽ കേരള വണ്ടികൾ തന്നെയാണ്. 2019 മോഡല്, 49,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് ഏതാ നടക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പിൽ. അപ്പൊ കിലോമീറ്റർ നമ്മൾ പറഞ്ഞൊരു ചെറിയൊരു തെറ്റ് പറ്റി. ഒരു 10,000 കിലോമീറ്റർ കുറഞ്ഞു. 53,000 ഉണ്ട്. 49,000 അല്ല, 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 19 മോഡല്, ഓണർഷിപ്പ് സിംഗിൾ ആണ്, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ വില ചോദിക്കുന്നത് 29,50,000. ലാസ്റ്റ് പ്രൈസ് ആണോ അതോ നെഗോഷ്യബിൾ ആണ്? പ്രൈസ് എല്ലാ വണ്ടിയും നെഗോഷ്യബിൾ അല്ലേ? എല്ലാ വണ്ടിയും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വന്ന് വണ്ടി കാണുക, ഇഷ്ടപ്പെടുക, ഓടിച്ചു നോക്കുക. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫൈനൽ പ്രൈസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 29,000 ഫിനാൻസ് കയറുമല്ലോ വണ്ടിക്ക്? നമുക്കിപ്പോൾ വണ്ടിയുടെ 90% ഫിനാൻസ് കയറും. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടിരിക്കും. സിബിൽ സ്കോർ ഒരു 750 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഫിനാൻസ് കയറുന്നതായിരിക്കും. അപ്പോൾ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇത്ര വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രീമിയം വണ്ടിയല്ലേ. അടുത്ത വരുന്നത് BMന്റെ 5 സീരീസ് 530 കിറ്റ് കയറ്റിയ വണ്ടിയാണ്. ഓക്കെ, 530 കിറ്റ്. ഏതാ മോഡല്? ഇത് 2012. 12 മോഡലാണല്ലേ? അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടൂല? ഇല്ല, റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് 13 തൊട്ടാണ് ഫിനാൻസ് കിട്ടുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ 12 മോഡൽ എത്ര ഓടി ഉണ്ടാവും? 1,15,000. 1,15,000. 1,15 ഓടിയിട്ടുണ്ട് വണ്ടി. ഇന്റീരിയർ ഫുള്ള് അല്ലേ? ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബോത്ത് ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. ആ ഒരു കുറവേ ഉള്ളൂ അല്ലേ വണ്ടിക്ക്? ബാക്കി മെക്കാനിക്കൽ സൈഡ് എല്ലാം പക്ക ക്ലിയർ ആണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ വില 22 lakhs ആണ് ചോദിക്കുന്നത്. 22 lakhs ആണ്. കറക്റ്റ് 22 lakhs അല്ല, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവുമല്ലേ? യെസ്. അപ്പോൾ ഇതിന് ഫിനാൻസ് ആയിരിക്കുന്നതല്ല, റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. ഗുഡ് കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്തത് മെഴ്സിഡസിന്റെ GLE അല്ലേ? AMG. ഓക്കെ. GLE 53 AMG ആണ്. ഏതാ മോഡല്? 20 മോഡല്. എത്ര ഓടി ഉണ്ടാവും? 57,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഓണർഷിപ്പ് ഏതാ കിടക്കുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇന്ന് കാണിക്കുന്ന ഒറ്റ വണ്ടിയിൽ റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ? ഉണ്ടോ? നോക്കാം അല്ലേ? അതിന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതാത് വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതിനെന്തായാലും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇതിന്റെ വില എത്ര? ചോദിക്കുന്നത് 1,10 lakhs ആണ്. 1,10,00,000 അല്ലേ? 1 കോടി. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയുള്ള വണ്ടി ഇതാണ്. യെസ്, ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടിയാണ് പോയി കിടക്കുന്നത്. 1,10,00,000 ചോദിക്കുന്നത്. അപ്പോൾ ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. നമുക്ക് ആക്സിഡൻറ്റ് റീപ്ലേസ് ആയിട്ടുള്ള വണ്ടി, ആക്സിഡൻറ്റോ വെള്ളം കയറിയ വണ്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ? റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ പറയാം. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, വെള്ളം കയറിയ വണ്ടി, അങ്ങനെയുള്ള വണ്ടികളൊന്നും ഇവിടെ ഡീൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല എന്നുള്ളൂ. പിന്നെ ഇത് Q7 അല്ലേ? ഏതാ മോഡല്? 2019. 19 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ
49,000 കിലോമീറ്റർ. 49,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ വില 52 ലക്ഷമാണ് ഇതിന് ചോദിക്കുന്ന വില. ഫിനാൻസ് കയറുന്ന വണ്ടിയാണ് കേട്ടോ. ഇതിനും കുഴപ്പങ്ങളൊന്നുമില്ല, ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് X3 ആണ് BMൻ്റെ. ഇതിൻ്റെ മോഡല് 2021 മോഡല്, 31,000 കിലോമീറ്റർ. അടുത്ത ലോ കിലോമീറ്റർ വേണേ 31,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് സ്റ്റോക്ക് കണ്ടീഷൻ ആണോ? ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്റ്റോക്ക് കണ്ടീഷനിലാണല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു മിഡ് പ്രീമിയം കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന വണ്ടിയാണ്. സ്കോഡ കോഡിയാക്ക് 2018 മോഡല്. 4x4 ആണോ? 4x4 ഡീസൽ ഓട്ടോമാറ്റിക് 4x4 ആണ്. 2018 മോഡല്. എത്ര ഓടി ഉണ്ടാവും? 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വില എത്ര പറയുന്നത്? 26,50,000 ആണ് ഇതിന് പറയുന്ന റേറ്റ്. ചോദിക്കുന്ന റേറ്റ് ആണോ? അതിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ട വണ്ടികളൊക്കെ ഡീസൽ വണ്ടികളായിരുന്നു. എല്ലാം ഡീസൽ വണ്ടിയാണ്. GLE നമ്മുടെ മെഴ്സിഡസിൻ്റെ വണ്ടി പെട്രോളാണ്. ബാക്കി കണ്ട വണ്ടികളെല്ലാം ഡീസൽ വണ്ടികളായിരുന്നു. ആ സാധാ സമയത്ത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഇതും ഒരു ഡീസൽ വണ്ടിയാണ്. നമ്മൾ കൂടുതലും ഡീസൽ വണ്ടിയാണ് എടുക്കാറ്, മൈലേജ് കിട്ടാൻ അതാണല്ലേ നല്ലത്. അപ്പോൾ ഇതിൻ്റെ വില 26,500 റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. അടുത്തൊരു ഇവോക്ക് അല്ലേ? റേഞ്ച് റോവർ ഇവോക്ക്. ഇത് കേരള വണ്ടിയാണോ? അല്ല, ഇത് TN രജിസ്ട്രേഷൻ ആണ്, തമിഴ്നാട് വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ ആണ്. ഏതാ മോഡല്? ഇത് 2016. എത്ര ഓടിയുണ്ട്? 93,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ് പറയുന്നത്? ഇത് 25 ലക്ഷം. 25 ലക്ഷമാണ്. തമിഴ്നാട് വണ്ടി. ഇതിനിപ്പോൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടികളല്ലേ? കറക്റ്റ് ഷോറൂം സർവീസ് ആയിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികൾക്കെല്ലാം നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ജെന്യൂൻ ആയിരിക്കും. നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളായിരിക്കും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഹിസ്റ്ററിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട, ക്വാളിറ്റി ഉള്ള വണ്ടികളായിരിക്കും. അടുത്തത് C ക്ലാസ് അല്ലേ? C250. ഏതാ മോഡല്? 2016 മോഡല്. എത്ര ഓടിയുണ്ട്? 49,000. അത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. ഈ 49 കിലോമീറ്ററിൽ 3 പേര് ഓടിച്ചു. 3 പേര് ഓടിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര വില പറയുന്നത്? ഇത് 30 lakhs ആണ് ചോദിക്കുന്നത്. 30 ലക്ഷമാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന വിലയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി തന്നെയാണ്. 30 ലക്ഷമാണ്. ഫിനാൻസ് കയറുന്നതാണ്. ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ആധാർ കാർഡ്, പാൻ കാർഡ്, 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ആധാറും പാനും വെച്ച് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. 1 hourനുള്ളിലൊക്കെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഫിനാൻസിന്റെ പ്രൊസീജിയർ എല്ലാം കഴിയും. 1 വീക്കിനുള്ളിൽ 3-4 ദിവസമാണ് പറയാറ്. 5 ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞ് വണ്ടി തരുന്നതായിരിക്കും. അടുത്ത വണ്ടി ഫോൾക്സ്വാഗന്റെ ടിഗ്വാൻ. ഏതാ മോഡല്? 2017 മോഡല്. ടോപ്പ് എൻഡ് ആണല്ലേ? ഹൈലൈനാണ് വേരിയന്റ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ക്യാമറമാൻ അവിടെ ഇടിച്ചാണ്ടോ? ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് എത്ര വില വരുന്നത്? 19 lakhs 19 ലക്ഷം രൂപയാണ് ഇതിന് വില വരുന്നത്. ഇത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് പനോരമിക് സൺറൂഫ് ഒക്കെയാണല്ലോ വരുന്നത്. പനോരമിക് സൺറൂഫ് അത്യാവശ്യം ഒരു പ്രീമിയം വണ്ടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന വണ്ടിയാണിത്. ഇതും ഡീസൽ വണ്ടിയാണ്. നമ്മൾ കണ്ട ഇവോക്ക് അതെല്ലാം ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ആകെ 2 വണ്ടി പെട്രോളുള്ളൂ. ബാക്കിയെല്ലാം ഡീസൽ വണ്ടികളാണ്. എല്ലാം ഓട്ടോമാറ്റിക് വണ്ടികളാണെന്ന് തോന്നുന്നല്ലേ കൂടുതലും? കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ എഡിഷൻ കോമ്പസ് കിടപ്പുണ്ടല്ലോ. ഇത് ഓൾറെഡി ബുക്ക്ഡ് ആയല്ലേ? ഓക്കെ. ഏത് മോഡലായിരുന്നു ഇത്? അറിയോടാ, ഏത് മോഡലായിരുന്നു? 19 മോഡലായിരുന്നു. ഇത് ബുക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഇത് സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. പോളോ GT അല്ലേ ഇത്? GT ഏതാ മോഡല്? 2021.
ഡീസൽ അല്ലേ? TDI പെട്രോൾ ആണ്. പെട്രോൾ. സോറി, ആ രണ്ട് വണ്ടിയിൽ ഒന്ന് ഇതാണ് കേട്ടോ. നമ്മുടെ GLEയും ഇതുമാണ് പെട്രോൾ വണ്ടി ആയിട്ടുള്ളത്. GT TSI പെട്രോൾ ആണ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2021. 21 എത്ര ഓടിയുണ്ട്? 64,000 കിലോമീറ്റർ. 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക്, പിന്നെ ഡീസൽ തന്നെ പറയാം. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ ഇത്? ഓക്കെ. അപ്പോൾ വില നമ്മൾ ചോദിക്കുന്നത് 11,25 ആണ്. 11,25,000 ആണ് ഇന്ന് ചോദിക്കുന്നത്. ഇതിനും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതെല്ലാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലോ? ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ? ഓക്കെ. അടുത്തത് വീണ്ടും ഒരു 4x4 വണ്ടിയാണ്. നമ്മുടെ താറാണ്. മോഡല് 2024 മോഡൽ. എത്ര ഓടിയുണ്ട്? 21,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഡീസലാണ്. ഡീസൽ 4x4. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല ഒന്നുമില്ല. നല്ല കിടുകൻ വണ്ടി, വൈറ്റ് വണ്ടി. എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ഒന്നുമില്ല. ഈ സാധനം ഇതിൻ്റെ പേരെന്തായിരുന്നു? ചവിട്ടി കയറുന്ന സാധനം, അതിൻ്റെ പേര് ഞാൻ മറന്നു. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഹാർഡ് ടോപ്പാണ്, കൺവെർട്ടബിൾ ടോപ്പൊന്നും അല്ല. അപ്പോൾ വില 19,50,000 ആണ് ഇതിന് പറയുന്ന വില കേട്ടോ. ഇതിനും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. വീണ്ടും 4x4 സ്കോഡ കോഡിയാക്ക്. ഏതാ മോഡല്? 2018 മോഡല്. 4x4 ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. എത്ര ഓടിയുണ്ട്? 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നീറ്റ് വണ്ടിയാണ്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വില 22 lakhs. 22 ലക്ഷം. കറക്റ്റ് 22 ലക്ഷം. എല്ലാം പറയുന്ന റേറ്റാണ്. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ? എക്സ്ചേഞ്ച് ഉണ്ട്. ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം. പ്രീമിയം വണ്ടി അല്ലേ? പ്രീമിയം വണ്ടിയായിട്ടാണ്. ഈ ഒരു കാറ്റഗറി വണ്ടികളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലേ? അപ്പോൾ ഇച്ചിരി ക്വാളിറ്റി ഉള്ള വണ്ടി, ഇടിച്ച വണ്ടി, വെള്ളം കയറിയ വണ്ടിയായിട്ടൊന്നും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ക്വാളിറ്റി ഉള്ള വണ്ടി ആയിരിക്കണം. പിന്നെ ഡെലിവറി ഉണ്ടല്ലോ നമുക്ക്? നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് ഓടിച്ചു നോക്കി സെറ്റാക്കി ഫിനാൻസ് ഇടുവാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വണ്ടി എവിടെയാണോ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു ഫോർച്യൂണറാണ്. ഏതാ മോഡല്? 2018 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് 2 വീൽ ഡ്രൈവ് ആണല്ലേ? 2 വീൽ ഡ്രൈവ് ആണ്. 4x4 അല്ല, 2 വീൽ ഡ്രൈവ് ആണ്. അതൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കണം ഇന്റീരിയർ കാണിക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ഇന്റീരിയറൊക്കെ സ്റ്റോക്ക് കണ്ടീഷനാണ്. പക്ഷെ പുറത്ത് എക്സ്ട്രാ കിറ്റ്, അതായത് മറ്റേ സ്കേർട്ട്, മറ്റേ ഗ്രില്ല് സംഭവം ഇവിടെ ഫ്രണ്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട്. കാണിച്ചു കൊടുത്തേക്ക്. ഇത് അഡീഷണൽ ഫിറ്റിങ്സ് ആണ് കേട്ടോ ലോഡ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ വില എത്ര നമ്മുടെ? 31 lakhs. 31 ലക്ഷമാണ് ഇതിന് പറയുന്നത്. ഇതിന് ഫിനാൻസ് കയറുന്നതായിരിക്കും. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നീറ്റ് വണ്ടിയാണ്. ഇനിയിപ്പോൾ പ്രീമിയം സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് വേറെ 2 വണ്ടികളുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് 2 വണ്ടികൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലേ? ഇവിടെ കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു. വണ്ടികൾ സെയിലായതാണല്ലേ? വണ്ടികൾ സെയിലായതാണ്. ഇപ്പോൾ ഇതേ 2 വണ്ടികൾ മാത്രം കിടക്കുന്നുള്ളൂ. ഇനിയുള്ള ഈ കിടക്കുന്ന 2 വണ്ടിയും ഡീസൽ വണ്ടി തന്നെയാണ്. നമുക്ക് എക്സ് ക്രോസിൽ നിന്ന് തന്നെ തുടങ്ങാം. മാരുതി സുസുക്കിയുടെ എക്സ് ക്രോസ്. ഏതാ മോഡല്? 2018. ഏതാ വേരിയന്റ്? ഡെൽറ്റ വേരിയന്റ് അല്ലേ? എത്ര ഓടിയുണ്ട്? 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഡീസൽ മാനുവൽ അല്ലേ വണ്ടി? ഡീസൽ മാനുവൽ ആണ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഗുഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ വില എത്ര? നമ്മൾ ചോദിക്കുന്നത് 7.75 ആണ്. 7,75,000 രൂപയാണ് ഇതിന് പറയുന്ന വില. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത്. നല്ല ട്രാക്കൊക്കെ ആണെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ, ചിലപ്പോൾ 0 ഡൗൺ പേയ്മെൻറ്റിലൊക്കെ കിട്ടും. അടുത്ത ടാറ്റ ഹാരിയർ ഡീസൽ വണ്ടി തന്നെയാണ്. ഡീസൽ മാനുവലാണ്. ഏതാ മോഡല്? 2020. വേരിയന്റ് ഏതായിരുന്നു? XT പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണോ? എത്ര ഓടിയുണ്ട്? 82,000 കിലോമീറ്റർ. 82,000 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഒന്ന് ഓപ്പൺ ആക്കി. കിലോമീറ്റർ 82,000 അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. അപ്പോൾ ഇതിന്റെ വില 10,85,000 ആണ് കേട്ടോ ഇതിന് പറയുന്ന വില. ഉള്ളിൽ സീറ്റ് കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും വണ്ടിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് അല്ലേ? ഇനി വണ്ടികൾ വരാനുണ്ടല്ലേ? ഇനിയിപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ വരാനുണ്ട്. കാരണം ഈ സ്പേസ് ഒക്കെ ഫില്ലാവാനുള്ളതാണ്.
അപ്പോൾ ഇന്ന് കാണിച്ച വണ്ടികളിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഉള്ളതാണ്. വന്നോ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പേരെങ്ങനെയായിരുന്നു പറഞ്ഞത്? നിഹാല. അപ്പോൾ നിഹാലയാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വേറെ ഇപ്പോൾ ഒന്നും പറയാനില്ല. വണ്ടിയെല്ലാം മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഉള്ള വണ്ടികളൊന്നും തന്നെ ഇന്ന് കാണിച്ചിട്ടില്ല. വെള്ളം കയറിയ വണ്ടിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലോ. ഓക്കെ. അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.